നമസ്കാരം, ക്രൈംബ്രാഞ്ചിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറ്റകൃത്യ വാർത്തകളിലേക്ക്. ഒരു താര ദാമ്പത്യത്തിന് അവസാനമാകുന്നു. ദിലീപും മഞ്ജു വാര്യരും വേർപിരിയുന്നു. ദിലീപ് വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്തു. കേസ് അടുത്ത മാസം 23-ന് എറണാകുളം കുടുംബ കോടതി പരിഗണിക്കും. എറണാകുളം കുടുംബ കോടതിയിൽ ഇന്ന് രാവിലെയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് ദിലീപ് ഹർജി നൽകിയത്. മഞ്ജു വാര്യരിൽ നിന്ന് മാനസിക പീഡനം ഉണ്ടാകുന്നുവെന്നും വിവാഹമോചനം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. ചലച്ചിത്ര താരങ്ങളായതിനാലും പ്രായപൂർത്തിയാകാത്ത മകൾ ഉള്ളതിനാലും ഹർജിയിൽ എതിർകക്ഷിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് തടയണമെന്നും ദിലീപ് ഹർജിയിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. രഹസ്യവിചാരണ വേണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. സഹാറ കേസിലെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അടുത്ത മാസം 23-ന് ഇരുവരോടും ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു. തൃശൂർ കുടുംബ കോടതിയിലും ദിലീപ് കവിറ്റ് ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ തനിക്കെതിരെ ഹർജി നൽകിയാൽ തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് കവിറ്റിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. ഇരുവരും ദീർഘനാളായി വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു. ദിലീപും മഞ്ജുവും വേർപിരിയുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലടക്കം നേരത്തെ ചർച്ചാ വിഷയവുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുട്ടികളെ കടത്തിയ സംഭവത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ നടപടി വിശ്വസനീയമല്ലെന്ന് ഹൈക്കോടതി. സംഭവങ്ങളെ ഭയത്തോടെ കാണണമെന്ന് ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. കുട്ടികളെ തിരിച്ചയക്കാനോ പുനരധിവസിപ്പിക്കാനോ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തമ്പ് എന്ന സംഘടന നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ, ജസ്റ്റിസ് PR രാമചന്ദ്രൻ നായർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിമർശനം. കുട്ടികളെ തിരിച്ചയക്കാത്തത് ടിക്കറ്റ് ലഭിക്കാനുള്ള കാലതാമസം മൂലമാണെന്നായിരുന്നു സർക്കാർ വിശദീകരണം. ഈ ഘട്ടത്തിലായിരുന്നു കോടതിയുടെ വിമർശനം. കുട്ടികളെ കടത്തിയ സംഭവത്തിൽ സർക്കാർ നടപടിയെടുക്കാൻ ഭയക്കുകയാണ്. പിന്നിലുള്ള ഉന്നതരെ രക്ഷിക്കാനാണ് നീക്കം. ഇത് കോടതി ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. പഠിപ്പിക്കാനാണെങ്കിൽ കുട്ടികളെ എന്തിനാണ് അനാഥാലയത്തിലേക്ക് എത്തിച്ചത്? മാത്രമല്ല, മാതാപിതാക്കളുള്ളവർ എങ്ങനെ അനാഥരാകുമെന്നും കോടതി ചോദിച്ചു. പിന്നിലുള്ളവർ എത്ര ഉന്നതരായാലും കോടതി വെറുതെ വിടില്ല. കുട്ടികളെ കൊണ്ടുവന്നത് ബാലവേലയ്ക്കല്ല എന്ന് എങ്ങനെ പറയാനാകുമെന്നും കോടതി ചോദിച്ചു. ഇവരെ തിരിച്ചയക്കാൻ സർക്കാരിന് കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ആരാഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണത്തോട് സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ലെന്നാണ് മനസ്സിലാകുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. അണ്ടർ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കുട്ടികളെ കടത്തിയത് സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുട്ടികളെ കടത്തിയതുമായി ബന്ധപ്പെട്ട് മുക്കം അനാഥാലയ അധികൃതരെ ക്രൈംബ്രാഞ്ച് ഇന്നും ചോദ്യം ചെയ്തു. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനായി പ്രവർത്തിച്ച ജാർഖണ്ഡ് സ്വദേശി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. സംഭവത്തിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രിയെ ക്രൂശിക്കുന്നത് ശരിയല്ലെന്ന് ആര്യാടൻ പറഞ്ഞു. കുട്ടികളെ കടത്തിയ സംഭവം മനുഷ്യക്കടത്തലെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് കുട്ടികളെ കടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് മുക്കം അനാഥാലയ അധികൃതരെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നത്. ഡിവൈഎസ്പി R സുധാകരന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് അധികൃതരെ ചോദ്യം ചെയ്തത്. 156 കുട്ടികളുടെ മൊഴിയും സംഘം രേഖപ്പെടുത്തി. ഇതിനിടെ കുട്ടികളെ കടത്തുന്നതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. ജാർഖണ്ഡ് സ്വദേശി ഷക്കീൽ അഹമ്മദിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. മലപ്പുറത്ത് ക്രഷർ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ഇയാൾ വർഷങ്ങളായി ഇത്തരത്തിൽ കുട്ടികളെ കടത്തിയിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് അനാഥാലയത്തിൽ കഴിയുന്ന 150 കുട്ടികളെ അടുത്ത ദിവസം തന്നെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോയി ശിശുക്ഷേമ സമിതി ഏൽപ്പിക്കുമെന്ന് ജാർഖണ്ഡ് ലേബർ കമ്മീഷണർ മനേഷ് രഞ്ജൻ അറിയിച്ചു. കുട്ടികൾക്ക് ജാർഖണ്ഡിൽ നല്ല പഠനത്തിന് അവസരമൊരുക്കുമെന്നും ലേബർ കമ്മീഷണർ പറഞ്ഞു. പശ്ചിമബംഗാൾ സാമൂഹിക ക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥർ പാലക്കാട് കളക്ടറേറ്റിലെത്തി കളക്ടറുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതേസമയം കുട്ടികളെ കടത്തിയ സംഭവം മനുഷ്യക്കടത്തല്ലെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനിടെ മനുഷ്യക്കടത്ത് സംഭവത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി മന്ത്രി ആര്യാടൻ മുഹമ്മദ് രംഗത്തെത്തി. ഈ ചെയ്തത് തികഞ്ഞ നിയമവിരുദ്ധമാണ്. അതിന് കേസെടുക്കാനുള്ള എല്ലാ അധികാരവും പോലീസിനുണ്ട്. ഹോം മിനിസ്റ്ററെ
ഇതിൽ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുന്നത് ഒട്ടും ശരിയല്ല. കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ നോക്കുകുത്തിയാക്കി സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണെന്ന് BJP കുറ്റപ്പെടുത്തി. മനുഷ്യക്കടത്ത് വിഷയത്തിൽ ചെന്നിത്തലയുടെ നിലപാട് ധാർഷ്ട്യം നിറഞ്ഞതാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ പറഞ്ഞു. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. അനാഥാലയത്തിലേക്ക് കുട്ടിയെ അയച്ചതിന് 1500 രൂപ ലഭിച്ചതായി രക്ഷകർത്താവിന്റെ വെളിപ്പെടുത്തൽ. വെട്ടത്തൂർ അനാഥാലയത്തിൽ കൊണ്ടുവന്ന ബംഗാളി കുട്ടിയുടെ രക്ഷിതാവിൻ്റെതാണ് ഈ വെളിപ്പെടുത്തൽ. മനുഷ്യക്കടത്തിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ഏജന്റുമാരാണെന്ന് സൂചന. എന്നാൽ കുട്ടികൾക്കായി ഏജന്റുമാരെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് അനാഥാലയം അധികൃതർ അറിയിച്ചു. വെട്ടത്തൂർ അൻവാറുൽ ഹുദ അനാഥ മന്ദിരത്തിലേക്ക് കുട്ടിയെ വിട്ടു നൽകിയപ്പോൾ പ്രതിഫലമായി 1500 രൂപ ലഭിച്ചതായാണ് യൂസഫിന്റെ വെളിപ്പെടുത്തൽ. പശ്ചിമ ബംഗാളിലെ മാൾട്ട ജില്ലയിൽ നിന്നുള്ളയാളാണ് യൂസഫ്. എന്നാൽ ഓരോ വർഷവും തിരിച്ചു വരുന്ന കുട്ടികളോടൊപ്പം മറ്റു കുട്ടികൾ എത്താറുണ്ടെന്നും ഇതിനായി ഏജന്റുമാരെ ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് അനാഥ മന്ദിര മാനേജർ ബീരാന്റെ വാദം. $123 കുട്ടികളെയാണ് വെട്ടത്തൂരിലെ അൻവാറുൽ ഹുദ അനാഥ മന്ദിരത്തിലേക്ക് പശ്ചിമ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നത്. 64 പേർ കഴിഞ്ഞ വർഷം ഇവിടെ എത്തിയവരാണ്. ബാക്കിയുള്ള 59-ൽ 57 പേരുടെ രക്ഷിതാക്കൾ രേഖകൾ ഹാജരാക്കിയതിനെ തുടർന്ന് കുട്ടികളെ വിട്ടു നൽകി. ഇവരിപ്പോൾ അൻവാറുൽ ഹുദ അനാഥ മന്ദിരത്തിൽ കഴിയുകയാണ്. ക്യാമറാമാൻ ജയേഷ് ഉള്ളിക്കൊപ്പം AK ലതീഷ്, മലപ്പുറം. മലപ്പുറം വെട്ടത്തൂർ യതീംഖാനയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നത് മനുഷ്യക്കടത്തല്ലെന്ന് പശ്ചിമ ബംഗാൾ അന്വേഷണ സംഘം. യതീംഖാനയിലെത്തി നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് സംഘം നിലപാട് വ്യക്തമാക്കിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ കേസിലെ പ്രതികൾ പിടികിട്ടാപ്പുള്ളികളെന്ന പോലീസ് വാദം പൊളിയുന്നു. പിടികിട്ടാപ്പുള്ളികളെന്ന് പറഞ്ഞ DYFI നേതാക്കൾക്ക് മികച്ച പരിസ്ഥിതി പ്രവർത്തനത്തിലുള്ള സർക്കാർ പുരസ്കാരം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിതരണം ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിലാണ് അവാർഡ് വിതരണം നടന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 50,000 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച പ്രവർത്തനത്തിന് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ പരിസ്ഥിതി പുരസ്കാരമാണ് മുഖ്യമന്ത്രി DYFI നേതാക്കൾക്ക് നൽകിയത്. മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ കേസിൽ 4ാം പ്രതിയാക്കി കേസെടുത്ത കണ്ണൂർ ജില്ലാ സെക്രട്ടറി ബിനോയ് കുര്യൻ പിടികിട്ടാപ്പുള്ളിയാണെന്ന് കാണിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ജില്ലാ പോലീസ് മേധാവിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത പരിപാടിയിലാണ് ബിനോയ് കുര്യന് മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചത്. മാതൃകാപരമായ പരിസ്ഥിതി പ്രവർത്തനത്തിന് മുഖ്യമന്ത്രി DYFI നേതാക്കളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതോടെ പിടികിട്ടാപ്പുള്ളികൾ എന്ന പോലീസ് വാദമാണ് പൊളിഞ്ഞത്. കേസിൽ 1004 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 1ാം പ്രതിയായ പയ്യന്നൂർ MLA C കൃഷ്ണനും മുഖ്യമന്ത്രി പരിസ്ഥിതി പുരസ്കാരം നൽകി. മണ്ഡലത്തിൽ 1 ലക്ഷത്തിലധികം ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ചതിനാണ് C കൃഷ്ണൻ MLAക്ക് പുരസ്കാരം നൽകിയത്. പൊതുപ്രവർത്തകരെ പിടികിട്ടാപ്പുള്ളികളാക്കുന്ന പോലീസിന്റെ നാടകമാണ് പൊളിഞ്ഞതെന്ന് DYFI ജില്ലാ സെക്രട്ടറി ബിനോയ് കുര്യൻ പ്രതികരിച്ചു. ഞങ്ങളെ കുറേ കാലമായി മുഖ്യമന്ത്രി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പല ആളുകളുടെ പേരിൽ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പോലീസ് കള്ളക്കേസുകൾ ചാർജ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളങ്ങനെ എവിടെയെങ്കിലും ഒളിച്ചു പോവുകയോ നാടുവിട്ട് പോവുകയോ ഒന്നും ചെയ്യുന്ന സ്ഥിതിയുണ്ടായിട്ടില്ല. കണ്ണൂരിലെ സാമൂഹിക സംഘടനാ പ്രവർത്തനത്തിൽ ഞങ്ങൾ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരം കൂടിയാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കണ്ണൂരിൽ വന്നപ്പോൾ DYFIക്ക് നൽകിയിട്ടുള്ള അംഗീകാരം. പോലീസിന് വീഴ്ച പറ്റിയെന്ന് മന്ത്രി KC ജോസഫ് പിന്നീട് പ്രതികരിച്ചു. പ്രതീഷ് തിരുവള്ളൂർ, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.